തിരുവനന്തപുരം നഗരസഭയുടെ ചരിത്രത്തിൽ ഇന്നുവരെ കാണാത്ത ജനാധിപത്യത്തെയും ഭരണഘടനയെയും ജനങ്ങളെയും ഒരുപോലെ അപമാനിക്കുന്ന നാണംകെട്ട രാഷ്ട്രീയ നാടകങ്ങൾക്കാണ് നാം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. തലസ്ഥാന നഗരിയിൽ അധികാരം കൈയാളുന്ന BJP ഭരണകൂടം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്ന് നോക്കിയാൽ ക്രിമിനലുകളെയും ഗുണ്ടകളെയും സംരക്ഷിക്കാനും അവർക്ക് കുടപിടിക്കാനുമുള്ള ഒരു വേദിയായിട്ട് BJP തിരുവനന്തപുരം കോർപ്പറേഷനെ മാറ്റിയിരിക്കുന്നു എന്ന് കാണാം. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായി ഒരു ജനപ്രതിനിധി വിയൂർ സെൻട്രൽ ജയിലിൽ നിന്നും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് കാണേണ്ട ദുരവസ്ഥ ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ടായി. വാഴോട്ടുകോണം കൗൺസിലർ R. സുഗതനാണ് ഈ നാണംകെട്ട റെക്കോർഡ് BJPക്ക് നേടിക്കൊടുത്തത്. ഒറ്റ നോട്ടത്തിൽ സുഗതന്റെ ചരിത്രമെന്ന് പരിശോധിച്ചാൽ രാഷ്ട്രീയ ക്രിമിനലിസത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തേക്ക് ഒഴുകുന്നത്. വട്ടിയൂർക്കാവ് വെള്ളക്കടവ് ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ ഉണ്ടായ ഒരു സംഗീത പരിപാടിക്കാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. അവിടെ വെച്ച് ഒരു യുവാവിനെ ക്രൂരമായി ചവിട്ടുകയും ഇരുമ്പുവടി കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു എന്നതായിരുന്നു സുഗതനെതിരെയുള്ള കേസ്. തടയാൻ ചെന്ന മറ്റൊരു യുവാവിനെയും ഇയാൾ ക്രൂരമായി മർദ്ദിച്ചു. ഒരു മാസത്തിലേറെയായിട്ട് ഈ വധശ്രമ കേസിൽ ഒളിവിൽ കഴിയുകയായിരുന്ന സുഗതൻ ഇതിനിടയിൽ ഇയാൾ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ ജില്ലാ കോടതിയും തുടർന്ന് ഹൈക്കോടതിയും പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞു. ജൂൺ 7-ാം തീയതിക്ക് മുൻപ് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകാൻ കോടതി നിർദ്ദേശിച്ചിട്ടും സുഗതൻ അതിന് തയ്യാറാകാതെ ഒളിവിൽ തുടരുകയായിരുന്നു. മുൻപും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഇയാൾക്കെതിരെ കേരള വിരുദ്ധ സാമൂഹ്യ പ്രവർത്തനം തടയൽ നിയമം അഥവാ കാപ്പ പ്രകാരമുള്ള കരുതൽ തടങ്കൽ ഉത്തരവും നിലവിലുണ്ടായിരുന്നു എന്നാണ് പോലീസ് വ്യക്തമാക്കിയത്. ഈ ഒളിവ് ജീവിതത്തിനൊടുവിലാണ് ഒരു ദിവസം രാത്രിയിൽ തികച്ചും നാടകീയമായ രംഗങ്ങളിലൂടെ സുഗതൻ പോലീസിന്റെ പിടിയിലാകുന്നത്. സുഗതൻ വാഴോട്ടുകോണത്തെ തന്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട് എന്ന രഹസ്യവിവരത്തെ തുടർന്നായിരുന്നു വട്ടിയൂർക്കാവ് SHO വിപിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അവിടെ എത്തിയത്. എന്നാൽ പോലീസിനെ കണ്ടതോടെ കാര്യങ്ങൾ വഷളായി. കാപ്പ ഉത്തരവ് നടപ്പിലാക്കാൻ എത്തിയ പോലീസ് ഉദ്യോഗസ്ഥരെ സുഗതനും അവിടെ ഉണ്ടായിരുന്ന BJP പ്രവർത്തകരും ചേർന്ന് വളയുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു. വട്ടിയൂർക്കാവ് CI വിപിൻ, SI അഭിജിത്ത് എന്നിവർക്കെതിരെ സുഗതനും കൂട്ടാളികളും ചേർന്ന് മർദ്ദിക്കുകയും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്തു. ആക്രമണം അതിരുകടക്കുകയും അനുയായികൾ പോലീസിനെ പൂർണ്ണമായിട്ട് വളയുകയും ചെയ്തതോടെ ക്രമസമാധാന നില നിയന്ത്രിക്കാനും സ്വന്തം ജീവൻ രക്ഷിക്കാനുമായി SHOയ്ക്ക് തന്റെ സർവീസ് റിവോൾവറിൽ നിന്നും ആകാശത്തേക്ക് വെടിയുതിർക്കേണ്ടി വന്നു. തലസ്ഥാന നഗരിയെ നടുക്കിയ ആ വെടിവെപ്പിനൊടുവിലാണ് സുഗതനെ ബലപ്രയോഗത്തിലൂടെ പോലീസ് കീഴ്പ്പെടുത്തിയതും വട്ടിയൂർക്കാവ് സ്റ്റേഷനിലേക്ക് മാറ്റിയതും. തുടർന്ന് മെഡിക്കൽ പരിശോധനകൾ പൂർത്തിയാക്കി ഇയാളെ ജയിലിലേക്ക് അടയ്ക്കുകയും ചെയ്തു. ഒരു കാപ്പ കേസ് പ്രതിയെ മത്സരിപ്പിച്ചു എന്ന് തെറ്റ് ചെയ്ത് കൂടാതെ പ്രതിയെ സംരക്ഷിക്കുന്ന നിലപാടായിരുന്നു പിന്നീട് BJP എടുത്തത്. അതിന് ഒരൊറ്റ കാരണം മാത്രമാണുള്ളത്. 101 അംഗങ്ങളുള്ള തിരുവനന്തപുരം കോർപ്പറേഷനിൽ കേവലം 50 സീറ്റുകൾ മാത്രമുള്ള BJP ഒരു സ്വതന്ത്രന്റെ നൂൽപാലം പോലെയുള്ള പിന്തുണയോടെയാണ് ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആദ്യം ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത സുഗതന്റെ സത്യപ്രതിജ്ഞ അസാധുവാക്കിയതിന് പിന്നാലെ BJPക്ക് ആശ്വാസമായിട്ട് ഹൈക്കോടതി സുഗതന് ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ അവസരമൊരുക്കി. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി ജയിലിൽ സത്യപ്രതിജ്ഞ നടത്തി സുഗതന്റെ കാര്യത്തിൽ ആശ്വസിച്ചിരിക്കുന്ന BJPക്ക് വീണ്ടും ഇരുട്ടടിയാവുകയാണ് ഒരു കൗൺസിലർ 3 കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്തില്ലെങ്കിൽ അയോഗ്യരാകുന്ന മാനദണ്ഡം. തദ്ദേശ സ്വയംഭരണ നിയമത്തിലെ ആർട്ടിക്കിൾ 91 പ്രകാരം ഒരു കൗൺസിലർ തുടർച്ചയായിട്ട് 3 കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുക്കാതിരുന്നാൽ അയാളെ അയോഗ്യനാക്കാൻ സാധിക്കും. കഴിഞ്ഞ 2 കൗൺസിൽ യോഗത്തിലും സുഗതൻ പങ്കെടുത്തിരുന്നില്ല. എന്നാൽ ഈ നീക്കത്തെ നിയമപരമായി നേരിടാനാണ് ശ്രമം. കാരണം സുഗതൻ എങ്ങാനും അയോഗ്യനായാൽ BJPക്ക് അവിടെ ഭരണം നഷ്ടമാകും എന്ന് തന്നെ. അയോഗ്യത മറികടക്കാൻ അഭിഭാഷകൻ മുഖേന കാപ്പ കേസിൽ ജയിലിൽ കഴിയുന്ന സുഗതൻ മേയർക്ക് അവധി അപേക്ഷയും നൽകിയിട്ടുണ്ട്. ജൂൺ 29-നാണ് കഴിഞ്ഞ കൗൺസിൽ യോഗം ചേർന്നത്. മാസത്തിൽ ഒരു കൗൺസിൽ യോഗം നിർബന്ധമാണെന്നിരിക്കവേ വെള്ളിയാഴ്ചയാണ് കൗൺസിൽ വിളിച്ചിരിക്കുന്നത്. ഈ മാസത്തെ കൗൺസിലിലും സുഗതൻ പങ്കെടുത്തില്ല എങ്കിൽ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ട കോർപ്പറേഷൻ സെക്രട്ടറിക്ക് കത്ത് നൽകുവാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. അങ്ങനെ വീണ്ടും BJPക്ക് കീറാമുട്ടിയായിട്ട് സുഗതൻ മാറുകയാണ്.